വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. സെറ്റ് എക്സാം 2025, അതേപോലെ തന്നെ UGC നെറ്റ് എക്സാം, കേട്ടറ്റ് എക്സാം തുടങ്ങിയ പ്രധാനപ്പെട്ട യോഗ്യതാ പരീക്ഷകളുമായി ബന്ധപ്പെട്ട്, അതായത് ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷയമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുന്നതാണ്. അപ്പോൾ നിലവിൽ PG, അതേപോലെ തന്നെ BEd അല്ലെങ്കിൽ DLEd തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ UGC നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കോളേജ് ലെക്ചർ, അതേപോലെ തന്നെ PhD ഉൾപ്പെടെയുള്ള മറ്റു റിസർച്ച് മേഖലയിലോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്യേണ്ട പരീക്ഷയാണ് UGC നെറ്റ് എക്സാം. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ PG, അതായത് എനി സബ്ജക്റ്റ് രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, May 8 അതേപോലെ തന്നെ UGC നെറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ നടത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, ജൂൺ മാസമാണ് UGC നെറ്റ് എക്സാമിൻ്റെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ, UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെറ്റ് എക്സാം. അപ്പോൾ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹയർ സെക്കൻഡറി ലെവലിലോട്ട് ടീച്ചിങ് മേഖല, അതായത് ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട യോഗ്യതാ പരീക്ഷയാണ് LBSൻ്റെ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. നിലവിൽ ഡിഗ്രിയും അതേപോലെ തന്നെ PGയും കൂടാതെ പ്ലസ് BEd ആണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറാകാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്നാൽ സെറ്റ് എക്സാം എഴുതാൻ ചില ഇളവുകളുണ്ട്. കാരണം ചില സബ്ജക്റ്റുകൾക്ക് സെറ്റ് എക്സാം എഴുതണമെങ്കിലും BEd ആവശ്യമില്ല, ഇനി അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകളിൽ PG ആവശ്യമില്ല, ഇനി അല്ലെങ്കിൽ അങ്ങനെ ചില ഇളവുകളുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റ് എക്സാമിന് ഇളവുകൾ ഉണ്ടെങ്കിലും സെറ്റ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ BEd അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട കോഴ്സ് നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പെടുത്താം. നമുക്ക് LBSൻ്റെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ LBS സെറ്റ് 2025 നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് LBS സെറ്റ് 2025 ഗൂഗിൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ സ്റ്റേറ്റ് എലിജിബിലിറ്റി സെറ്റ് ജൂലൈ 2025 ഈ ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള സെറ്റിൻ്റെ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഡേറ്റ് കാര്യങ്ങൾ നോക്കാം, അതിനുശേഷം മറ്റുള്ള പ്രധാനപ്പെട്ട എലിജിബിലിറ്റി നോക്കാം. അപ്പോൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിലവിൽ 28/4/2025 വരെ വിദ്യാർത്ഥികൾക്ക് സെറ്റ് എക്സാമിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ അതുകൊണ്ട് തിരക്ക് പിടിച്ച് ആരും അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തരുത്. കൃത്യമായിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഫീസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 1300 രൂപയാണ് സെറ്റ് എക്സാമിന് ജനറൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഫീസായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ SC/ST വിഭാഗത്തിൽപ്പെട്ട SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 750 രൂപ ഫീസായിട്ട് അടച്ചാൽ മതി. അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്തുമ്പോഴാണ് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, OBC വിഭാഗത്തിൽ, അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. അതായത് OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെറ്റാക്കി വെക്കണം. അതായത് പുതിയ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തന്നെ OBC വിഭാഗത്തിൽപ്പെട്ടവർ സെറ്റാക്കി വെക്കണം. ശ്രദ്ധിക്കുക, April 29 അതേപോലെ ശ്രദ്ധിക്കുക 2024 April 29 അതേപോലെ 2025 June 4 ഇടയിൽ. കാരണം ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി. ചിലപ്പോൾ പല വിദ്യാർത്ഥികളും നേരത്തെ ഒരു വർഷത്തിന് മുമ്പുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് ഈ പറയുന്ന April 2024 April 29 2025 June 4 ഇടയിലുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ OBC കാറ്റഗറിയിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ ഒരു ടൈമിലൂടെയുള്ള ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുവാനും നിങ്ങൾ സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യുവാനും സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെറ്റാക്കി വെച്ചതിന് ശേഷം ഓൾറെഡി വാലിഡിറ്റി ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇല്ലാത്തവർ കൃത്യമായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെറ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ പേജിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രോസ്പെക്ട്സ് അതും കൂടി കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രോസ്പെക്ട്സിൽ ബാക്കി എല്ലാ കാര്യവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ശ്രദ്ധിക്കുക, PG മിനിമം 50% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സെറ്റ് എക്സാം, അതിൽ PGയും BEdും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി 50% എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ രണ്ടാം വർഷം PG പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ BEd രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചില സബ്ജക്റ്റുകൾക്ക് ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ BEd ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കും നോക്കാം. അതായത് ആന്ത്രോപോളജി, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം,
മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും സബ്ജക്റ്റുകൾക്ക് BEd ഇപ്പോൾ ഇല്ലാതെ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സെറ്റ് എക്സാമിന് അപേക്ഷ കൊടുക്കുവാൻ, പിന്നീട് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് സർവീസിലൂടെ കയറണമെങ്കിൽ BEd നിർബന്ധമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ. ഇപ്പോൾ BEd ഇല്ലാതെ ഈ പറയുന്ന കൊമേഴ്സ് ഉൾപ്പെടെ സബ്ജക്റ്റുകൾക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇളവ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട BEd ഇല്ലാതെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് DLED എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, DLED എന്ന് പറയുമ്പോൾ ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അല്ല, അതായത് നോർമലായിട്ടുള്ള ഡിപ്ലോമ ലാംഗ്വേജ് എഡ്യൂക്കേഷനാണ്. അതായത് അറബിക്ക്, ഉറുദു, ഹിന്ദി ഇത്രയും സബ്ജക്റ്റുകളുള്ള DLED. പല വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെച്ചത് DLED ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് BEd ഇല്ലാതെ സെറ്റ് എക്സാം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അതല്ല. ഡിപ്ലോമ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ അറബിക്ക്, ഉറുദു, ഹിന്ദി ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ DLED കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് BEd ഇല്ലാതെയും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇളവ് ലഭിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുക്കാനും വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ ഏറ്റവും മുകളിൽ ഇവിടെ ആ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ നിർദ്ദേശങ്ങൾ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മൊബൈൽ നമ്പർ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ മൊബൈൽ നമ്പറിലൊരു വെരിഫിക്കേഷൻ നമ്പർ വരുന്നു. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകുവാനും പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് നോർമലായിട്ടുള്ള ചെറിയ പ്രൊസീജിയർ മാത്രമാണ്. അത്തരത്തിലുള്ള കാര്യം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നോൺ ക്രിമിനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉള്ളവർ മാത്രം യെസ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ബേസിക് അല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹയർ സെക്കൻഡറി ലെവലിൽ ടീച്ചറായി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കാണ് സെറ്റ് എക്സാം. ഇനി സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കേട്ട്, അതായത് കേട്ടറ്റ് 1 അല്ലെങ്കിൽ കേട്ടറ്റ് 2, കേട്ടറ്റ് 3 അത്തരത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ പിന്നീട് ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം LBSൻ്റെ സെറ്റ് എക്സാം ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിന് താഴെയുള്ള മുഴുവനും നിങ്ങൾ ക്ലിയർ ആയി എന്നാണ് അർത്ഥം. അതേപോലെ UGC നെറ്റ് എക്സാം കോളേജ് ലെവലിലോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥി മനസ്സിലാക്കി സെറ്റ് എക്സാം ഉണ്ടെങ്കിൽ കോളേജ് ലെക്ചറിലോട്ട് മാറുവാൻ സാധിക്കുമെന്നുള്ളൊരു ധാരണ ഉണ്ട്. ശ്രദ്ധിക്കുക, സെറ്റ് എക്സാം ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ ലെവൽ മാത്രമാണ് ഇതിൻ്റെ യോഗ്യത. എന്നാൽ കോളേജ് ലെവലിലോട്ട് ടീച്ചിങ് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നെറ്റ് എക്സാം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് കേട്ടറ്റ് എക്സാം നവംബർ 2024 റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇപ്പോൾ നടക്കുന്നത്. ഇനി കൂടാതെ ഇനി അടുത്ത കേട്ടറ്റ് എക്സാം എപ്പോഴാണെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥി സംശയമാണ്. നിലവിൽ മെയ് മാസം ലാസ്റ്റോടുകൂടി സർവീസിലുള്ള ടീച്ചേഴ്സിനുള്ള വേണ്ടി മാത്രം നടത്തുന്ന കേട്ടറ്റ് എക്സാം നടക്കുകയാണ്. അതിനുശേഷം ഏകദേശം ജൂൺ മാസം തന്നെ മറ്റുള്ള ജനറൽ ആയിട്ടുള്ള കേട്ടറ്റ് എക്സാം നടക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തൊട്ടടുത്ത വീക്കിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് എക്സാമൊക്കെ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് പരിശീലനം നടത്തുക. കാരണം നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാസം മാത്രം നിങ്ങൾ കാണുക. ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ഏറി വന്നാൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പരിശീലനം മുന്നോട്ട് നീങ്ങുക. കൂടാതെ നിലവിൽ 2ാം വർഷം DLED അല്ലെങ്കിൽ BEd അല്ലെങ്കിൽ PG പഠിക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സെറ്റ് എക്സാം അല്ലെങ്കിൽ കേട്ടറ്റ് എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് വീണ്ടും ഹാർഡ് വർക്ക് എടുത്ത് നിങ്ങൾ ആ പരിശീലനമൊക്കെ നടത്തേണ്ടി വരും. എന്നാൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന BEd ആയാലും DLED ആയാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ കൃത്യമായിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സമാദരി ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.